നമസ്കാരം, ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ വീട്ടിലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ സാധാരണ നമ്മൾ ഇന്റർനെറ്റ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു കണക്ടിവിറ്റി കിട്ടുന്നത്, നമ്മൾ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്കൊരു നെറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്തു നിന്ന് വേണം നമ്മൾ നമുക്കൊരു കണക്ഷൻ എടുക്കാനായിട്ട്. ഇപ്പം ISP നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം എയർടെല്ലോ അല്ലെങ്കിൽ ജിയോയോ ഏഷ്യാനെറ്റോ BSNLോ അങ്ങനെ പല സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്ന് നമ്മളൊരു ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് അവരെന്ത് കൊടുക്കും, നമുക്ക് ജനറലി 3 രീതിയിലായിരിക്കും ഇന്റർനെറ്റ് തരുന്നത്. അതിനകത്ത് ഇപ്പം ഒന്ന് വയേർഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ്, അത് നമ്മൾ ഫൈബർ എന്നൊക്കെ പറയും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് വരും. അത് ഈ എയർ ഫൈബർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എയർടെലിൻ്റെ ഉണ്ട്, ജിയോയുടെ ഒക്കെ എയർ ഫൈബർ എന്ന് പറഞ്ഞ് വയർലെസ് ആയിട്ട് ഉള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് കേബിളൊന്നും വേണ്ട, ഡയറക്റ്റ് വയർലെസ് അവരുടെ ടെലിഫോൺ ടവറിൽ തന്നെ നമുക്ക് തരും. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ആണ്. ഈ സാറ്റലൈറ്റ് കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് സാറ്റലൈറ്റ് ത്രൂ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ തരും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു 3 രീതിയിലായിരിക്കും നമുക്ക് ജനറലി ഈ ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷൻ തരുന്ന രീതി. ഫൈനലി ഇത് വന്നിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിനകത്തുള്ള ഒരു റൗട്ടറിലോട്ടായിരിക്കും. ഈ ഒരു റൗട്ടറാണ്, ഈ ഒരു റൗട്ടറും നമ്മുടെ വീടിനകത്തായിരിക്കും. അപ്പോൾ ഈ ഒരു കണക്ഷൻ, അതായത് ഈ റൗട്ടറിന്റെ വാൻ എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടലായിരിക്കും ഈ ഒരു കണക്ഷൻ ജനറലി വരുന്നത്. അത് ഏത് തരത്തിലുള്ള കണക്ടിവിറ്റി ആണെങ്കിലും ഫൈനലി ഈ ഒരു റൗട്ടറിലോട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടും. എന്നിട്ട് ഈ ഒരു റൗട്ടറിൽ നിന്നാണ് നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ കണക്ട് ചെയ്യുന്നത്. ഒന്ന് വയർഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡെസ്ക്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വയർഡായിട്ടുള്ള പ്രിന്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി CCTV അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് വൈഫൈ ആയിട്ടാണ്. വൈഫൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ നമ്മൾ സാധാരണ എല്ലാവരും വൈഫൈയിലാണ് കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നത്, നമ്മളുടെ വീട്ടിൽ നെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൗട്ടറാണ് നമ്മളുടെ വീട്ടിനകത്തുള്ള എല്ലാ ഡിവൈസസിനെയും ഒരുമിച്ച് കണക്ട് ചെയ്യിക്കുന്നത്. അതായത് ഈ റൗട്ടർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ഡിവൈസിനും ഒരു IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. അന്നേരം ഡിവൈസുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു നെറ്റ്വർക്കിലാകും. അതുകൂടാതെ തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനും പോകുന്നത്. അതായത് വിത്തിൻ നമ്മുടെ ആ ഒരു വീടിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക്, അതായത് ലാൻ, ഇതിനെ നമുക്ക് ലാൻ എന്ന് വിളിക്കാം. നമ്മുടെ ഹോം ലാൻ ആണ്, വീട്ടിലെ ലാൻ ആണ്. അപ്പോൾ ഈ ഒരു ലാൻ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാനും പറ്റും. അതുകൂടാതെ തന്നെ ഓരോ ഡിവൈസസിനും ഇന്റർനെറ്റിലോട്ട് ആക്സസ് കിട്ടും. അപ്പോൾ ഈ ഒരു വാൻ വഴിയായിരിക്കും ഇത് ഇന്റർനെറ്റിലോട്ട് ആക്സസ് കിട്ടും. എന്നിട്ട് അത് നേരെ തിരിച്ച് ഇതേത് മീഡിയമാണോ ആ മീഡിയം വഴി പോയിട്ട് ISPയുമായിട്ട് കണക്ട് ചെയ്യും. ഇനി ഇന്റർനെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ISP നമുക്ക് തരുന്ന ഒരു സർവീസാണ് ഇന്റർനെറ്റ്. അതിനർത്ഥം വെച്ചാൽ ഈ ISP ഇന്റർനെറ്റിലുള്ള മൾട്ടിപ്പിൾ ISPകളുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ISP ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ISP മറ്റ് ISPകളുമായിട്ടും കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇവർ തമ്മിൽ ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് google.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് നമ്മൾ കണക്ട് ചെയ്യണം. അന്നേരം ഈ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാ സെൻറ്റർ ഉണ്ടായിരിക്കും. ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെർവേഴ്സും അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഡിവൈസസും സ്റ്റോറേജും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ അതെല്ലാം കൂടെ വെക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ ഡേറ്റാ സെൻറ്ററുകളുണ്ട്, കുഞ്ഞു ഡേറ്റാ സെൻറ്ററുകളുണ്ട്. ചെറിയ ഓഫീസൊക്കെയാണ് ചെറിയ ഡേറ്റാ സെൻറ്റർ ആയിരിക്കും ഉള്ളത്. അതേസമയം വലിയ ഗൂഗിളിൻ്റെയൊക്കെ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിനകത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സെർവേഴ്സ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു എന്താ പറയുക, സെർവറുകളുടെയൊക്കെ ഒരു വെയർ ഹൗസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഡേറ്റാ സെൻറ്ററിനെ. അപ്പം അങ്ങനെയുള്ള ഡേറ്റാ സെൻറ്റർ ഉണ്ടായിരിക്കും. ഈ ഒരു ഡേറ്റാ സെൻറ്റർ ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ISPയുമായിട്ട് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ റിഡൻഡൻസിക്ക് വേണ്ടി, ഇൻ കേസ് ഒരു ISP ഡൗൺ ആണെങ്കിൽ മറ്റൊരു ISP വഴി കണക്ഷൻ ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഇവർ പല ISPയുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നേരം ഈ ISPകളൊക്കെ ഇങ്ങനെ ഓരോ മറ്റ് ISPകളുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നേരം നമ്മുടെ ISP എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കണക്ഷൻ മറ്റ് ISPകൾ ത്രൂ ഇവർ നമ്മളെ ആ ഒരു റിക്വസ്റ്റ്, ഇപ്പം google.comന്റെ റിക്വസ്റ്റ് ആണെങ്കിൽ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇപ്പം ഈ
ഈ ഒരു നമ്മളുടെ ഇപ്പോൾ ഒരു പി സി ആണെങ്കിൽ ആ പി സിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഇതുവഴി വന്നിട്ട് നേരെ നമ്മുടെ ISPയിൽ വരുന്നു. ഈ ISPയിൽ വന്നിട്ട് ഇവിടുന്ന് പിന്നെ ആ ഒരു കണക്ഷൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള റൗട്ടിംഗ് ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഗൂഗിളിൻ്റെ റൗട്ടിംഗ് ആയിരിക്കും അത് വരുന്നത്. വെച്ചാൽ ഗൂഗിളിൻ്റെ ആ ഒരു IP അഡ്രസ് അനുസരിച്ചുള്ള റൗട്ടിംഗ് ആയിരിക്കും. എന്നിട്ട് അത് വേറെ പല ISPകൾ വഴി കയറി ലാസ്റ്റിൽ ഗൂഗിൾ കണക്ട് ചെയ്തിട്ടുള്ള ISP വഴി വന്നിട്ട് ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്ററിൽ വന്നിട്ട് ആയിരിക്കും google.comന്റെ സെർവർ വരുന്നു. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസും ഇതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ ISP ത്രൂ നമ്മളുടെ ഈ ഒരു നമ്മുടെ നെറ്റ്വർക്കുള്ള ഡിവൈസിൽ എത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റർനെറ്റ് നമ്മളുടെ വീടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാര്യം നോക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു LAN നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ കണക്ഷനാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാരണം വീട്ടിലാകുമ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നമുക്ക് അതുപോലെ ഒത്തിരി ഡിവൈസുകൾ മാനേജ് ചെയ്യേണ്ടി വരത്തില്ല. മാക്സിമം ഒരു വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സ്മാർട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും, അതായത് ഈ സ്മാർട്ട് TV അല്ലെങ്കിൽ സ്മാർട്ട് AC അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നുള്ള CCTV പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് ശരിക്കും CCTV അല്ലെങ്കിൽ IPTV ആണ്, സോറി IP ക്യാമറയാണ്. IP ക്യാമറ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഡിവൈസുകളായിരിക്കും മാക്സിമം നമ്മളൊരു വീട്ടിൽ വരിക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങളെ നമ്മുടെ ഒരു വീട്ടിൽ വരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ മാനേജ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. കാരണം നമ്മുടെ വീട്ടിൽ എന്താ പറയുക, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോക്കുവാണെങ്കിലും നമുക്ക് ഹോം നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം. അതേസമയം ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് വരുമ്പോഴത്തേനും ഇതിൽ മൊത്തത്തിൽ കാര്യങ്ങൾ മാറും. കാരണം എന്താ വെച്ചാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എംപ്ലോയീസ് ആണ്, കമ്പനിയുടെ സീക്രട്സ് ഉണ്ട്, അത് പുറത്തു പോകാൻ പാടില്ല. അതേപോലെ തന്നെ കമ്പനിയുടെ ഡേറ്റയുണ്ട്, അതുപോലെ തന്നെ കമ്പനിക്ക് ഇമെയിൽ സെർവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ സ്വന്തം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലാൻഡിൽ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് തമ്മിൽ വ്യത്യാസം വരുന്നത്. അതായത് നമുക്ക് സാധാരണ ഒരു ഹോം നെറ്റ്വർക്ക് കാണും, അതാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നെറ്റ്വർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് നെറ്റ്വർക്കാണ്. കോർപ്പറേറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേന് എംപ്ലോയീസും കാര്യങ്ങളൊക്കെയുള്ള നെറ്റ്വർക്കാണ്. പിന്നുള്ള ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്കാണ്. ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഒരു ലൊക്കേഷന് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സെർവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ സെർവറുകളും സർവീസുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെ ആയിരിക്കും നമ്മൾ ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നുള്ള പ്രൊവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയും. പ്രൊവൈഡർ നെറ്റ്വർക്കാണ് ISPയുടെ നെറ്റ്വർക്ക്. അതായത് മൾട്ടിപ്പിൾ ISPയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ISPയുടെ യൂസേഴ്സ്, നമ്മളൊക്കെ ഇന്റർനെറ്റ് എടുക്കുമ്പോൾ ISPയുടെ യൂസറായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള യൂസേഴ്സിനെ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ISP മറ്റ് ISPയുമായിട്ട് കണക്ട് ചെയ്യുന്നതും, ഈ ISPകൾ മറ്റ് ISPയുമായിട്ട് മാത്രമല്ല കണക്ട് ചെയ്യുക, അവർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിള് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള കമ്പനികളുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അത് പല പല രീതിയിലുള്ള സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കണക്ടിവിറ്റിയും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് ആയിരിക്കും ISPയുടെ. അതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ കുറവായിരിക്കും നമ്മുടെ ഈ ഡേറ്റാ സെൻറ്റർ. പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് നെറ്റ്വർക്ക് വരുമ്പോൾ യൂസേഴ്സും PCയും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ ഹോം നെറ്റ്വർക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഈ ഓരോ നെറ്റ്വർക്ക് നോക്കുമ്പോഴും അതിൻ്റെതായ വലുപ്പവും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. സോ അതനുസരിച്ച് നമ്മൾ ഈ നെറ്റ്വർക്കുകൾ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെതായ രീതിയിലുള്ള നെറ്റ്വർക്ക് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ചൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിലും ആ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പം ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വൈഫൈ ഉണ്ട്, വൈഫൈക്കകത്ത് റേഞ്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൈഫൈ എക്സ്റ്റൻഡർ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ റേഞ്ച് നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ എപ്പോഴും അത്ര ഈസി ആയിരിക്കത്തില്ല മറ്റുള്ള കോർപ്പറേറ്റ് നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ രീതി മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതും ഒരു ഹോട്ടലിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ബിരിയാണിയാണ് വെക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി ആയിരിക്കും വീട്ടിൽ വെക്കുന്നത് ഹോട്ടലിൽ വെക്കുന്നത്, പക്ഷെ ആ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിംഗ് ജേർണിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് പല രീതിയിലുള്ള നെറ്റ്വർക്കുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം നമ്മൾ അതനുസരിച്ചുള്ള അപ്രോച്ചുകളായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ നമ്മുടെ ഈ കോഴ്സിൽ നമുക്ക് കാണാം, എങ്ങനെ കോൺഫിഗർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, പ്രത്യേകതകൾ, അതുപോലെ എങ്ങനെ ഡിവൈസ് ചൂസ് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലുള്ള കോൺഫിഗറേഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ പറ്റും.